ഗൾഫ് നാടുകളിലും ക്രിസ്മസ് ആഘോഷിച്ചു. യുഎഇയിൽ വിവിധ ഭാഗങ്ങളിൽ നടന്ന ക്രിസ്ത്യൻ പള്ളികൾ കേന്ദ്രീകരിച്ച് കുർബാനകളും പ്രാർത്ഥനകളും ആഘോഷങ്ങളും നടന്നു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. വിവിധ പള്ളികളിൽ നടന്ന ആരാധനാ കർമ്മങ്ങളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. പള്ളികളിൽ നടന്ന പാതിര കുർബാന ഭക്തി നിർഭരമായി. ബദ്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിന്റെ ജന്മസ്മരണകൾ പുതുക്കി ഗൾഫിലെ വിശ്വാസി സമൂഹം ക്രിസ്മസിന് വരവേറ്റു. ഇന്നലെ വൈകുന്നേരം 6 മണി മുതൽ തന്നെ മിക്ക പള്ളികളിലും ആരാധനാ കർമ്മങ്ങൾക്ക് തുടക്കമായിരുന്നു. വിവിധ ഭാഷകളിൽ നടന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പള്ളികളിലേക്ക് ഒഴുകിയെത്തിയത്. ഷാർജ സെന്റ് മൈക്കിൾ ചർച്ചിൽ ഫാദർ ജോജി പ്ലാപ്പറമ്പിൽ വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകി. ഫാദർ വർഗീസ് ചെമ്പോളി ക്രിസ്മസ് സന്ദേശം നൽകി. ദുബായിലെ സെന്റ് മേരീസ് പള്ളിയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ഫാദർ അലക്സ് പച്ചാപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടന്ന പ്രാർത്ഥനകൾക്ക് കൊട്ടാരക്കര പുനലൂർ ഭദ്രസനാധിപൻ ഡോക്ടർ യൂഹന്നാൻ മാർ തേവദോറസ് മെത്രോപൊലിത്ത നേതൃത്വം നൽകി. പ്രാർത്ഥനാ ചടങ്ങുകളുടെ ഭാഗമായി നടന്ന പ്രദക്ഷിണം, തീജ്വാല, ശുശ്രൂഷ തുടങ്ങിയവയിൽ പങ്കെടുക്കാൻ ക്രൈസ്തവ വിശ്വാസികൾ കുടുംബസമേതം പുലർച്ചെ വരെ പള്ളികളിൽ ചെലവഴിച്ചു. ന്യൂസ് ബ്യൂറോ, ദുബായ്. യുഎഇയിൽ തൊഴിൽ കരാറുകൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന തൊഴിലാളിയുടെ മാതൃഭാഷയിലായിരിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന നിയമം ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. യുഎഇ തൊഴിൽ വിപണിക്ക് അന്താരാഷ്ട്ര നിലവാരം കൈവരുത്തുകയാണ് പുതിയ നിയമങ്ങളുടെ ലക്ഷ്യമെന്ന് തൊഴിൽ മന്ത്രിയും നാഷണൽ ക്വാളിഫിക്കേഷൻസ് അതോറിറ്റി ചെയർമാനുമായ സഗർ ഗബാഷ് വ്യക്തമാക്കി. കേരളത്തിൽ നിന്നുള്ളവർക്ക് മലയാളത്തിൽ തന്നെ തൊഴിൽ കരാറുകൾ ലഭ്യമാക്കാനുള്ള അവസരമാണ് ഇതോടെ ഒരുങ്ങുന്നത്. പുതുവർഷ തിരക്ക് കണക്കിലെടുത്ത് അബുദാബിയിൽ പെട്രോളിംഗ് ശക്തമാക്കുമെന്ന് പോലീസ്. ഹൈവേകളിലും മറ്റു റോഡുകളിലും ട്രാഫിക് പോലീസിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കും. വാഹനങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾ, അമിത വേഗം തുടങ്ങിയവ അനുവദിക്കില്ല. നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പെട്രോളിംഗ് വിഭാഗം ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ ഹാമിസ് ഇസ്ഹാഖ് മുഹമ്മദ് പറഞ്ഞു. യുഎസ്എയിലെ പ്രമുഖ ചിക്കൻ റെസ്റ്റോറന്റായ കെനി റോജേഴ്സ് റോസ്റ്റേഴ്സ് ദുബായിലും പ്രവർത്തനം ആരംഭിച്ചു. ദുബായ് കരാമയിലാണ് കെനി റോജേഴ്സിന്റെ മിഡിൽ ഈസ്റ്റിലെ ആദ്യ റെസ്റ്റോറന്റ് സ്ഥിതി ചെയ്യുന്നത്. യുഎയിലെ ഫിലിപ്പൈൻസ് കോൺസുൽ ജനറൽ പോൾ കോട്സ് റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പതിവ് ഉദ്ഘാടന കർമ്മത്തിൽ നിന്നും വ്യത്യസ്തമായി ചിക്കൻ മുറിച്ചുകൊണ്ടാണ് ഉദ്ഘാടന കർമ്മം നടന്നത്. KRR വൈസ് പ്രസിഡന്റ് ലൂയിസ് ഡാനിയൽ, ട്രേഡ് ലിങ്ക്സ് ഗ്രൂപ്പ് CEO വിൽസൺ വർഗീസ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. അഫ്ഗാൻ സന്ദർശനത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അപ്രതീക്ഷിത പാക് സന്ദർശനം. പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ ജന്മദിനാഘോഷത്തിൽ പങ്കുചേരാനാണ് മോദി ലാഹോറിൽ എത്തിയത്. ലാഹോറിലെത്തിയ മോദി 1 മണിക്കൂറോളം പാക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോദി ദില്ലിയിലെത്തി. ചരിത്രത്തിൽ ആദ്യമായാണ് രാജ്യത്തെ അറിയിക്കാതെ ഒരു പ്രധാനമന്ത്രി പാകിസ്ഥാൻ സന്ദർശിക്കുന്നത്. ഭീകരതയെ തുടച്ചുമാറ്റാതെ അഫ്ഗാൻ വികസനം പൂർണ്ണമാകില്ലെന്ന് പറഞ്ഞ മോദി തന്നെയാണ് പാകിസ്ഥാൻ സന്ദർശന കാര്യം ട്വിറ്ററിലൂടെ വെളിപ്പെടുത്തിയത്. കാബൂളിൽ നിന്ന് ദില്ലിയിലേക്ക് തിരിക്കും വഴി ലാഹോറിൽ പാക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നായിരുന്നു മോദിയുടെ ട്വിറ്റർ സന്ദേശം. നവാസ് ഷെരീഫിന്റെ ജന്മദിനമായ ഇന്ന് പാക് പ്രധാനമന്ത്രിക്ക് ആശംസ നൽകാനാണ് മോദി എത്തിയതെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വൃത്തങ്ങൾ അറിയിച്ചു. പാക് പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനമെന്നും വ്യക്തമാക്കി. വൈകിട്ട് 4:30 ലാഹോർ വിമാനത്താവളത്തിലെത്തിയ മോദിയെ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു. തുടർന്ന് ഹെലികോപ്റ്റർ മാർഗം റെയ്വൻ പാലസിലെത്തി ഇരു പ്രധാനമന്ത്രിമാരും കൂടിക്കാഴ്ച നടത്തി. 1 മണിക്കൂറോളം ചർച്ച നീണ്ടു. ഇതൊരു ഉഭയകക്ഷി ചർച്ചയല്ലെന്നും തികച്ചും വ്യക്തിപരമായ സന്ദർശനമെന്നുമായിരുന്നു വിദേശകാര്യ വൃത്തങ്ങൾ അറിയിച്ചത്. എന്നാൽ ഇരു രാജ്യങ്ങൾക്കിടയിലെയും പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വിഷയമായെന്നാണ് സൂചന. ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യ സെക്രട്ടറി S ജയശങ്കർ, പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ TCS രാഘവൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. നയതന്ത്ര വിജയമെന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോഴും പാക് പട്ടാള മേധാവികളെ പോലും ഉൾക്കൊള്ളിക്കാതെയുള്ള ഈ ചർച്ച എത്രമാത്രം ഗുണകരമാകുമെന്നത് കണ്ടറിയേണ്ടതാണ്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അപ്രതീക്ഷിത പാക് സന്ദർശനത്തെ വിമർശിച്ച് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. കോൺഗ്രസിനും ആം ആദ്മിക്കും പുറമെ സഖ്യകക്ഷിയായ ശിവസേനയും മോദിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി. കരുതിക്കൂട്ടി കണക്കുകൂട്ടിയുള്ള സന്ദർശനമാണ് മോദിയുടേതെന്ന് ആരോപിച്ച് കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മയാണ് വിമർശനങ്ങൾക്ക് തുടക്കമിട്ടത്. വലിയ വിനാശത്തിനാണ് നരേന്ദ്രമോദിയുടെ ഈ പാക് സന്ദർശനം വഴിവെക്കുകയെന്നാണ് കോൺഗ്രസ് ആരോപിച്ചത്.
ലാഹോറിലേക്ക് ബസ് യാത്ര നടത്തിയ അടൽ ബിഹാരി വാജ്പേയിയുടെ നിലപാടും തുടർന്നുണ്ടായ കാർഗിൽ യുദ്ധവും ചൂണ്ടിക്കാട്ടിയായിരുന്നു കോൺഗ്രസ് ആരോപണം. 10 തവണ ചർച്ച നടത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പത്രത്തിൽ പടം വരുത്താനായി മാത്രമാണ് മോദിയുടെ സന്ദർശനമെന്നായിരുന്നു സഖ്യകക്ഷിയായ ശിവസേനയുടെ പ്രതികരണം. കോൺഗ്രസ് ഭരണകാലത്ത് പാക് ബന്ധത്തെ എതിർത്ത BJP ഇപ്പോൾ മലക്കം മറിഞ്ഞെന്ന് ആം ആദ്മി തുറന്നടിച്ചു. അതേസമയം മോദിയുടെ സന്ദർശനത്തെ ഹുറിയത്ത് കോൺഫറൻസ് നേതാക്കൾ സ്വാഗതം ചെയ്തു. ഇന്ത്യ പാക് ബന്ധം മെച്ചപ്പെടുത്തുന്ന കൂടിക്കാഴ്ചയാണെങ്കിൽ മോദിക്ക് സ്വാഗതമെന്ന് പാകിസ്ഥാൻ പീപ്പിൾ പാർട്ടി ചെയർമാൻ ബിലാവൽ ഭൂട്ടോയും പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. DDC അഴിമതിയിൽ ആം ആദ്മി സർക്കാരും ലഫ്റ്റനന്റ് ഗവർണറും തുറന്ന പോരിലേക്ക്. ജയിലിലേക്കെതിരെയുള്ള അഴിമതി അന്വേഷിക്കാൻ ഏകാംഗ കമ്മീഷനെ നിയമിക്കാൻ ദില്ലി സർക്കാരിന് അധികാരമില്ലെന്ന് ഗവർണർ. ഏകാംഗ കമ്മീഷനെ നിയമിച്ച നടപടി റദ്ദാക്കാൻ അധികാരമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയച്ചു. ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്കെതിരെയുള്ള DDC അഴിമതി അന്വേഷിക്കാൻ ഗോപാൽ സുബ്രഹ്മണ്യത്തെ ഏകാംഗ കമ്മീഷനായി ദില്ലി സർക്കാർ നിയമിച്ചിരുന്നു. ദില്ലി നിയമസഭയിൽ ഏകാംഗ കമ്മീഷനെ നിയമിക്കുന്നതായി പ്രമേയവും പാസാക്കി. അന്വേഷണ കമ്മീഷനെ നിയമിച്ച ഈ നടപടിക്കെതിരെയാണ് ഗവർണർ നജീബ് ജംഗ് രംഗത്തെത്തിയത്. 1952 അന്വേഷണ കമ്മീഷൻ നിയമപ്രകാരം അന്വേഷണ കമ്മീഷനെ നിയമിക്കാനുള്ള അധികാരം കേന്ദ്രത്തിനാണെന്നും അതിനാൽ ഗവർണറായ തനിക്ക് മാത്രമേ അധികാരമുള്ളൂവെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ഗവർണർ വ്യക്തമാക്കി. ആം ആദ്മി സർക്കാർ നിയമിച്ച അന്വേഷണ കമ്മീഷനെ അസാധുവാക്കണമെന്നും ഗവർണർ നജീബ് ജംഗ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്ത് നൽകി. അതേസമയം ഭൂമിയുടെയും പോലീസിന്റെയും കാര്യം മാത്രം ലഫ്റ്റനന്റ് ഗവർണർ നോക്കിയാൽ മതിയെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും രംഗത്തെത്തി. അന്വേഷണ കമ്മീഷനെ കേന്ദ്ര സർക്കാർ എന്തിനാണ് ഭയക്കുന്നതെന്നും ഗവർണറെ വെച്ച് നരേന്ദ്രമോദി സർക്കാർ ചൂതാട്ടം നടത്തുകയാണെന്നും കെജ്രിവാൾ ആരോപിച്ചു. ജെയ്റ്റ്ലിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച പാർട്ടി MP കീർത്തി അസാദിനെ സസ്പെൻഡ് ചെയ്തതിൽ അദ്വാനി വിഭാഗം അതിർത്തി രേഖപ്പെടുത്തിയിരുന്നു. കീർത്തി അസാദിനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ BJPയിൽ പൊട്ടിത്തെറിക്ക് വഴിവെച്ചതിന് പിന്നാലെയാണ് അന്വേഷണ കമ്മീഷനെതിരെ കേന്ദ്ര സർക്കാർ നിയമിച്ച ഗവർണർ തന്നെ രംഗത്തെത്തിയത്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇടവേള. മറ്റൊരു വാർത്തയിലേക്ക്. ഞായറാഴ്ച ആരംഭിക്കുന്ന CPIM സംഘടനാ പ്ലീനത്തിനായി കൊൽക്കത്ത ഒരുങ്ങി. പ്ലീനത്തിന് മുന്നോടിയായുള്ള കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ യോഗങ്ങൾ നാളെ ചേരും. പ്ലീനത്തിൽ അവതരിപ്പിക്കേണ്ട റിപ്പോർട്ടിന് കേന്ദ്ര കമ്മിറ്റി അംഗീകാരം നൽകും. ഞായറാഴ്ച രാവിലെ 10 ലക്ഷത്തോളം പേർ അണിനിരക്കുന്ന റാലിയോടുകൂടിയാണ് പ്ലീനത്തിന് തുടക്കമാവുക. പുതിയ വെല്ലുവിളികളെ നേരിടാൻ സംഘടനാപരമായി പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനാണ് CPIM പ്ലീനം ചേരുന്നത്. കീഴ്ഘടകങ്ങൾക്ക് വിശദമായ ചോദ്യാവലി നൽകി അഭിപ്രായ നിർദ്ദേശങ്ങൾ സ്വരൂപിച്ചതിന് ശേഷമാണ് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത്. സാമ്പത്തിക രാഷ്ട്രീയ ആശയരംഗത്തെ വർഗസമരം ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ നിർദ്ദേശിക്കുന്നതാണ് പ്രമേയം. നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങളെയും വർഗീയതയും ചെറുക്കാൻ പ്ലീനം ചർച്ചയിൽ ഉരുത്തിരിയുന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും കരുത്താകുമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം പറഞ്ഞു. Communist Party must address to the emerging issues or evolving issues in the emergent situation. During this period, over a period for decades, I told, for 3 decades, the situation that emerged in this country and the issues that are involved and those are unfolding. So what is going to be our response in terms of organizational preparation, organizational response, that we have to resolve and decide and discuss. ഞായറാഴ്ച രാവിലെ ചരിത്രപ്രസിദ്ധമായ ബ്രിഗേഡ് പരേഡ് മൈതാനത്ത് 10 ലക്ഷത്തോളം പേർ അണിനിരക്കുന്ന റാലിയോടുകൂടിയാണ് പ്ലീനത്തിന് തുടക്കമാവുക. ഞായറാഴ്ച വൈകിട്ട് തന്നെ പ്രതിനിധി സമ്മേളനവും ആരംഭിക്കും. സംഘടനാപരമായ ദൗർബല്യങ്ങൾ മുടിനാരിയുടെ കീറി പരിശോധിച്ച് വർഗീയതയ്ക്കും നവ ഉദാരവൽക്കരണത്തിനുമെതിരായ പോരാട്ടത്തിന് പാർട്ടിയെ സജ്ജമാക്കുക എന്നുള്ളതാണ് പ്ലീനത്തിന്റെ ലക്ഷ്യം. കൊൽക്കത്തയിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം M. സന്തോഷ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF മുഖം മിനുക്കേണ്ട ആവശ്യമില്ലെന്ന് K. മുരളീധരൻ. UDFനെ ആരു നയിക്കണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും മുരളീധരൻ വ്യക്തമാക്കി. UDFന് ഇപ്പോഴുള്ള നല്ല മുഖം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടായ നേതൃത്വമാണ് കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നത്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയും KPC പ്രസിഡൻ്റായിരുന്ന രമേശ് ചെന്നിത്തലയാണ് കഴിഞ്ഞ അസംബ്ലി വരെ നയിച്ചത്. പിന്നീട് പാർലമെൻറ്റ് വന്നപ്പോഴും ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നപ്പോഴും ഈ 2 പേർക്കും പുറമെ പുതിയ KPC പ്രസിഡൻ്റായിട്ട് വന്ന ശ്രീ VM സുധീരനും ഉണ്ടായിരുന്നു. ഈ 3 പേരുടെ നേതൃത്വം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുക. തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് വേണമെന്നുള്ളത് തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ്. കോൺഗ്രസിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ശശി തരൂർ MP ഹൈക്കമാൻഡിന് പരാതി നൽകി. സ്വജനപക്ഷപാതവും വ്യക്തി താൽപര്യവുമാണ് KPCC നേതൃത്വത്തിനെന്ന് ശശി തരൂർ ആരോപിച്ചു. DCC പുനഃസംഘടന സുതാര്യമായിരുന്നില്ലെന്നും തരൂർ ഹൈക്കമാൻഡിനോട് വ്യക്തമാക്കി. സംസ്ഥാന ഭരണ നേതൃത്വത്തിനെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് കത്തയച്ചതിന് പിന്നാലെയാണ്
KPCC നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് ശശി തരൂർ MP ഹൈക്കമാൻഡിനോട് പരാതി ഉന്നയിച്ചത്. DCC പുനഃസംഘടനയിലടക്കം ഹൈക്കമാൻഡ് നിർദ്ദേശങ്ങൾ സംസ്ഥാന നേതൃത്വം അട്ടിമറിച്ചെന്ന് ശശി തരൂർ MP ആരോപിച്ചു. നേതാക്കളുടെ സ്വജനപക്ഷപാതവും വ്യക്തിതാൽപര്യവും ഗ്രൂപ്പിസവുമാണ് ഇപ്പോൾ കോൺഗ്രസിനെ ഭരിക്കുന്നത്. നേതൃത്വത്തിലുള്ള നേതാക്കൾ പോലും സ്വന്തം താൽപര്യങ്ങൾക്ക് വേണ്ടി പാർട്ടിയെ ഉപയോഗിക്കുന്നു. സംസ്ഥാന നേതൃത്വം മുതിർന്ന നേതാക്കളുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കണമെന്ന് ജില്ലാ നേതൃത്വത്തോട് നിർദ്ദേശിച്ചിരുന്നെന്ന് VD സതീശൻ പറയുന്നു. എന്നാൽ തിരുവനന്തപുരം DCC തെരഞ്ഞെടുപ്പിൽ പോലും തന്റെ ഒരു അഭിപ്രായം പോലും പരിഗണിച്ചില്ലെന്നും തരൂർ തുറന്നടിച്ചു. സ്ഥലം MP-ആയ തന്നെ പോലും ഒരു യോഗത്തിലും ക്ഷണിച്ചിരുന്നില്ല. തനിക്കൊപ്പം നിന്നവരെ പൂർണ്ണമായി തഴഞ്ഞു. ചില നേതാക്കളുടെ താൽപര്യക്കാർക്ക് സ്വന്തം തീരുമാനത്തിൽ അവസരമൊരുക്കുന്നെന്നും VM സുധീരന്റെ പേരെടുത്തു പറയാതെ തരൂർ വ്യക്തമാക്കി. നേതൃത്വത്തിന്റെ ഈ നിലപാടുകൾ പാർട്ടിയെ തകർക്കുകയാണെന്നും അടുത്തുവരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് വലിയ സ്ഥാനമുണ്ടാകില്ലെന്നും ശശി തരൂർ ഹൈക്കമാൻഡിനോട് വ്യക്തമാക്കി. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. VM സുധീറിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ. സുധീറിന്റെ വ്യക്തിവൈരാഗ്യമാണ് തനിക്കെതിരെയുള്ള കേസിന് പിന്നിലെന്ന് വെള്ളാപ്പള്ളി നടേശൻ ആരോപിച്ചു. സുധീറിന് ധാർഷ്ട്യമാണെന്നും സ്വന്തം സമുദായത്തിലെ കുലംകുത്തികളാണ് തന്റെ ശത്രുക്കളെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. സുധീർ നിങ്ങൾക്കറിയാലോ, എത്രയോ കൊല്ലം 18 കൊല്ലമായില്ലേ എൻ്റെ അടുത്ത് അടിച്ചാൽ തുടങ്ങിയിട്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിവൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് എന്നെ വെട്ടാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറേയായി. അതിങ്ങനെ വെട്ടിക്കൊട്ടിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബഹുജന പിൻബലം ശേഷം ഇല്ലല്ലോ. പാർട്ടി തന്നെ പിൻബലം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു ഏകകണ്ഠേനയുള്ള ഒരാളായി വന്നേനല്ലോ. ഇപ്പം തന്നെ ഗ്രൂപ്പ് കളിച്ച് ഒരു മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് കൂടെ ഉണ്ടാക്കി പുള്ളി ഇതിനകത്ത് നിൽക്കുകയാണ്. വ്യക്തിവൈരാഗ്യമാണ് മുഴുവൻ. ഈ വ്യക്തിവൈരാഗ്യം എന്താണെന്ന് എനിക്കിപ്പം മനസ്സിലാകുന്നില്ല. അത് കുലംകുത്തികളുണ്ടല്ലേ, അതാണല്ലോ ഞങ്ങളുടെ പ്രത്യേകത. അത് ഞങ്ങളുടെ സ്വഭാവം വെച്ചാൽ ഞങ്ങളുടെ സമുദായത്തിൻ്റെ പ്രത്യേകത അതാണ്. എപ്പോഴും കുലംകുത്തികളാണ് ഇത്. മറ്റു സമുദായത്തിൽ അങ്ങനെയുള്ള കുലംകുത്തികളില്ല. ഈ സമുദായത്തിൽ ഒരുപാട് കുലംകുത്തികളുണ്ട്. പ്രത്യേകിച്ച് അതിന് കാരണം ഇവർക്ക് ഈ മനസ്സ് ശരിയല്ല. തിരുപ്പിറവിയുടെ ഓർമ്മയിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിച്ചു. ക്രിസ്മസിനോടനുബന്ധിച്ച് കേരളത്തിലെ പള്ളികളിലും പാതിരാ കുർബാനയും പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു. നൂറുകണക്കിന് വിശ്വാസികളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. വത്തിക്കാനിൽ നടന്ന തിരുപ്പിറവി ആഘോഷങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികനായി. നക്ഷത്രങ്ങളും പുൽക്കൂടുമൊക്കെയായാണ് നാടും നഗരവും ക്രിസ്മസിനെ വരവേറ്റത്. തങ്കശ്ശേരി സ്വദേശി റോയിയെ കണ്ടാൽ ഒന്നറിയാതെ ജീസസ് എന്ന് മന്ത്രിച്ചു പോകും. അവർ അദ്ദേഹത്തിന് വിളിപ്പേരുമിട്ടു ഈശോപ്പ. ഇദ്ദേഹത്തെ കാണുമ്പോൾ മനസ്സിലാകും പേരിലെ ആ മഹത്വം. നീട്ടി വളർത്തിയ ചെമ്പൻ മുടി, നീണ്ട താടി, സ്വർണ്ണ നിറമുള്ള കണ്ണുകൾ, കാണാൻ യേശുക്രിസ്തുവിനെ പോലെ. പിന്നെ വിശ്വാസികൾ എന്തു ചെയ്യും? അവർ രണ്ടു കൈയും കൂട്ടി അറിയാതെ വിളിച്ചുപോയി ഈശോപ്പ എന്ന്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി വിശ്വാസികൾ ക്രിസ്മസ് റാലിക്കും ഈശോചരിത നാടകങ്ങൾക്കും എന്നുവേണ്ട ഭക്തിപരമായ ചടങ്ങുകൾക്ക് വരെ റോയിയെ അതിഥിയാക്കി. കുരിശിന്റെ വഴി, അവസാനത്തെ അത്താഴം, അങ്ങനെ പല റോളുകൾ. എല്ലാം ഈശോയുടെ അനുഗ്രഹമെന്നേ റോയി പറയൂ. ഇന്നും ആൾക്കാർ എന്നെ വിളിക്കുന്ന ഈശോപ്പയാ. തങ്കശ്ശേരി ഈശോപ്പ എന്ന് പറയും. അത് ഞാൻ എന്തോ എനിക്കറിഞ്ഞൂടാ. ഞാൻ തന്നിട്ടാണ് ഇങ്ങനെ വളർത്തി. അപ്പോഴത്തേക്ക് ആ ഫേസ് കട്ട് എനിക്ക് കിട്ടി. അതെൻ്റെ ഒരു ഭാഗ്യമായിരിക്കും. എല്ലാ വർഷവും ചെന്നൈയിൽ നിന്ന് കാൽനടയായി വേളാങ്കണ്ണിയിലേക്ക് പോകുന്നതും റോയി ഇന്നുവരെ മുടക്കിയിട്ടില്ല. ജീവിതാവസാനം വരെ ഈശോപ്പ എന്നറിയപ്പെടാനാണ് ഈ അപരന് മോഹം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മുംബൈയിലെ ഏറ്റവും മികച്ച സ്കൂൾ എന്ന ബഹുമതി നേടിയ വിദ്യാഭ്യാസ സ്ഥാപനം തിരുപ്പിറവി ആഘോഷിച്ചു. ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൊണ്ട് അലങ്കരിച്ചാണ് സ്കൂളിനെ ക്രിസ്മസിനായി ഒരുക്കിയ അധ്യാപകരും വിദ്യാർത്ഥികളും മാതൃകയായത്. ലോകത്തെ മികച്ച 40 സ്കൂളുകളുടെ നിരയിൽ ഇടം നേടിയ ഈ മലയാളി സ്ഥാപനം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുവാൻ ഇവിടുത്തെ കുട്ടികളെ പ്രാപ്തരാക്കുന്നു. കുട്ടികളും അധ്യാപകരും ചേർന്നാണ് ക്രിസ്മസിനെ വരവേൽക്കാൻ സ്കൂളിനെ അലങ്കരിച്ചത്. പഴയ പേപ്പർ, തുണി, ഉപയോഗശൂന്യമായ വസ്തുക്കൾ എന്നിവ കൊണ്ട് നിർമ്മിച്ച ക്രിസ്മസ് ട്രീസ്, സാന്താക്ലോസ്, സ്റ്റാർ തുടങ്ങിയവ കുട്ടികളുടെ ക്രിയാത്മകമായ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടി കൂടിയാണെന്ന് അധ്യാപകർ പറയുന്നു. എല്ലാ ഹാൻഡ്മെയ്ഡ്സ് ആണ്. പേപ്പർ, പിന്നെ
കുറേയൊക്കെ വേസ്റ്റ് മെറ്റീരിയൽസ് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കലയ്ക്ക് മീൻസ് ആർട്ടിന് കുറേ അവർ പ്രോത്സാഹനം ചെയ്യുന്ന. ജൈവ കൃഷിയെക്കുറിച്ചും എങ്ങനെ സ്വന്തമായി കൃഷി ചെയ്യാമെന്ന് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുവാനും വേണ്ടി പരിശീലനം സിദ്ധിച്ച അധ്യാപകരുടെ നീണ്ട നിര തന്നെയുണ്ട്. പിന്നെ ഇവിടെ കാണുന്ന എല്ലാ കുട്ടികളും തന്നെയാണ് മണ്ണ് കൊണ്ടുവന്ന് അത് പോട്ടിൽ നിറച്ച് കമ്പോസ്റ്റിങ്ങും എല്ലാം ഇവിടെ കാണുന്ന ഈ വിളവെടുത്ത് മണ്ണിനെയും പ്രകൃതിയെയും തൊട്ടറിയാൻ അവസരമൊരുക്കി മാതൃകയാവുകയാണ് സേക്രഡ് ഹാർട്ട് സ്കൂൾ. കളിമണ്ണ് കൊണ്ട് കരവിരുത് തീർക്കുന്ന മൺപാത്രങ്ങളും കളിപ്പാട്ടങ്ങളും പഠനത്തിന്റെ ഭാഗമാണ്. എങ്ങനെ പോട്ടറി ഉണ്ടാക്കുന്നത്, ഞങ്ങൾക്ക് എങ്ങനെ ഈ ക്ലേ വരാ, പിന്നെ ഇത് ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ടാക്കുക ഈ ക്ലേ. കുട്ടികളുടെ മാനസിക വികാസത്തിന് ഇത്തരം ക്രിയാത്മകമായ വിഷയങ്ങൾ വഹിക്കുന്ന പങ്ക് വലുതാണെന്ന് അധ്യാപകർ പറയുന്നു. കുട്ടികൾക്ക് റോബോട്ട്സ് നിർമ്മാണത്തിന്റെ ആദ്യ പാഠങ്ങൾ സ്വായത്തമാക്കാൻ പ്രാപ്തമായ ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ട് സജ്ജമാണ് സ്കൂൾ ലാബ്. വിശാലമായ ഈ സ്കൂൾ ക്യാമ്പസിന്റെ മറ്റൊരു പ്രത്യേകത മിനി പ്ലാനറ്റോറിയമാണ്. ഇത് സ്ഥാപിച്ചിരിക്കുന്ന ലോകത്തിലെ ആദ്യ സ്കൂൾ എന്ന പ്രത്യേകതയും സേക്രഡ് ഹാർട്ട് സ്കൂളിന് സ്വന്തം. അറിവിന്റെയും നേരിന്റെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സഹിഷ്ണുതയുടെയും പാതയിൽ സമൂഹത്തിന് മാതൃകയായി ഒരു ക്രിസ്മസ് കൂടി ആഘോഷിക്കുകയാണ് സേക്രഡ് ഹാർട്ട് സ്കൂളിലെ അധ്യാപകരും കുട്ടികളും. ന്യൂസ് ബ്യൂറോ, മുംബൈ. തൃശൂർ പറപ്പുക്കരയിൽ 2 യുവാക്കൾ വെട്ടേറ്റ് മരിച്ചു. തൃശൂർ മുരിയാട് സ്വദേശി വിശ്വജിത്ത്, വടകര സ്വദേശി മെൽബിൻ എന്നിവരാണ് മരിച്ചത്. ആക്രമണത്തിൽ ഇവരുടെ സുഹൃത്തുക്കളായ മിഥുൻ, ശ്രീജിത്ത് എന്നിവർക്ക് പരിക്കേറ്റു. മിഥുന്റെ ഭാര്യയെ കളിയാക്കിയതിന്റെ പേരിൽ നടന്ന തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ആക്രമണത്തിന് നേതൃത്വം നൽകിയ 12 അംഗ സംഘത്തിനായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ അവഹേളനം. അബുദാബി എയർപോർട്ടിലാണ് സംഭവം. കാലിഫോർണിയയിലെ പോളിടെക്നിക് യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് അബുദാബി എയർപോർട്ടിൽ അവഹേളനം നേരിട്ടത്. ഇമിഗ്രേഷൻ രേഖകൾ ശരിയല്ല എന്ന് പറഞ്ഞ് ഇവരെ 16 മണിക്കൂറുകളോളം തടഞ്ഞുവെക്കുകയും നിർബന്ധിച്ച് വിസ റദ്ദാക്കുകയുമായിരുന്നു. ഫേസ്ബുക്കിനും സ്കൈപ്പിനും പിന്നാലെ വീഡിയോ കോളിംഗുമായി വാട്സപ്പും. വാട്സപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ഉപഭോക്താക്കൾ. ഫ്രണ്ട് ക്യാമറയോ പിൻ ക്യാമറയോ ഉപയോഗിച്ച് വീഡിയോ കോളിംഗ് നടത്താൻ പറ്റുന്ന സാങ്കേതിക വിദ്യയാണ് വാട്സാപ്പും കൊണ്ടുവരുന്നത്. ജർമ്മൻ വെബ്സൈറ്റ് മേസർകോഫാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. 90 കോടി ഉപയോക്താക്കളുള്ള വാട്സാപ്പ് ഇപ്പോൾ അതിന്റെ മാതൃ കമ്പനി ഫേസ്ബുക്കിനോളം വളർന്നിട്ടുണ്ട്. ഫേസ്ബുക്ക് മെസഞ്ചറിൽ ഇപ്പോൾ തന്നെ വീഡിയോ കോളിംഗ് ഉണ്ടെന്നിരിക്കെ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുക എന്നത് വാട്സാപ്പിനും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ കോളിംഗ് എന്ന പുതിയ സംവിധാനം കൊണ്ടുവരാൻ ആലോചിക്കുന്നത്. ഈ വർഷം ആദ്യമെത്തിയ വാട്സാപ്പ് വോയിസ് കോളുകൾ ഉപയോക്താക്കളെ ഏറെ ആകർഷിച്ചിരുന്നു. ശരിയാവണ്ണം 3G നെറ്റ്വർക്ക് പോലും ലഭിക്കാത്ത ഇന്ത്യയിൽ വോയിസ് കോളിംഗ് നന്നേ പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ പലരും വോയിസ് കോൾ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതിനാൽ തന്നെ സ്ലോ നെറ്റ്വർക്കിലും വീഡിയോ കോളിംഗ് ഫലപ്രദമാകുന്ന സൗകര്യം ഏർപ്പെടുത്തേണ്ടി വരും. പ്രത്യേകിച്ച് വാട്സാപ്പിന് ഏറെ ഉപയോക്താക്കളുള്ള ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ. ന്യൂസ് ഡെസ്ക്. പെട്രോൾ വില കുറയ്ക്കണമെന്ന കൈരളി പീപ്പിളിന്റെ ക്യാമ്പയിന് പിന്തുണയുമായി കോഴിക്കോട്ട് തെരുവ് നാടകം അരങ്ങേറി. പകൽക്കൊള്ള എന്ന് പേരിട്ട നാടകത്തിലൂടെ കലാകാരന്മാരുടെ പ്രതിഷേധമാണ് ജനങ്ങളിലേക്ക് എത്തിയത്. തിരക്കുപിടിച്ച കോഴിക്കോട് ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ഓട്ടോ പാഞ്ഞു വരുന്നു. പുറകിലൊരു സാങ്കല്പിക പെട്രോൾ പമ്പും. പെട്രോൾ അടിച്ചിട്ട് കാശ് കൊടുത്തില്ലെന്ന് കരയുന്ന മെഷീൻ. അമ്പരന്ന ജനങ്ങൾ കാര്യം തിരക്കിയപ്പോഴാണ് ഒരു വലിയ പ്രതിഷേധത്തിന്റെ കഥ അവർ പറഞ്ഞു തന്നത്. കൈരളി പീപ്പിളിന്റെ റെഡ്യൂസ് പെട്രോൾ പ്രൈസ് PM എന്ന ക്യാമ്പയിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ തെരുവ് നാടകം അരങ്ങേറിയത്. പകൽക്കൊള്ള എന്ന് പേരിട്ട നാടകം കാഴ്ചക്കാർക്ക് പകർന്നു നൽകിയത് നമ്മെ തന്നെ കാർന്നു തിന്നുന്ന വിലക്കയറ്റത്തിന്റെ ഭീകരമുഖത്തെയായിരുന്നു. പ്രതിഷേധിക്കാൻ മറ്റെന്തിനേക്കാളും നാടകത്തിന് സാധിക്കുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് കൈരളി പീപ്പിളിന്റെ ക്യാമ്പയിനൊപ്പം ചേർന്ന് മുൻപോട്ട് പോവാൻ പ്രേരിപ്പിച്ചതെന്ന് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ച മാവൂർ വിജയൻ പറയുന്നു. കലാകാരന്മാർ നടത്തേണ്ട പ്രവർത്തനം ഒരു ജനകീയ ചാനൽ നടത്തുന്നതിൽ അഭിമാനം തോന്നുന്നതായും അദ്ദേഹം പറഞ്ഞു. നമ്മൾ നടത്തുന്നത് ഒരു ജനകീയ ചാനൽ നടത്തുന്നുണ്ടല്ലോ എന്നുള്ള ഒരു
വളരെ അധികം ഇൻസ്പയറിങ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ മനസ്സിൽ വന്നത്. നമ്മൾ നടത്തേണ്ട പ്രവർത്തനം ഇന്ന് മൊത്തത്തിൽ ആലോചിക്കുന്ന, ചിന്തിക്കുന്ന, പ്രോഗ്രസീവ് ആൾക്കാർ നടത്തേണ്ട ഒരു പ്രവർത്തനം മീഡിയ നടത്തുന്നു എന്നുള്ള ഒരു ത്രസിക്കുന്ന എക്സ്പീരിയൻസ് ആണ് ഈ ഇത് കണ്ടപ്പോൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഡിവൈഎഫ്ഐ കോഴിക്കോട് ടൗൺ ബ്ലോക്കും നവധാര തിയേറ്റേഴ്സും സംയുക്തമായാണ് നാടകം സംഘടിപ്പിച്ചത്. 6 പേർക്കൊപ്പം ഒരു ഓട്ടോയും നാടകത്തിൽ പ്രധാന വേഷത്തിൽ എത്തി. 15 മിനിറ്റോളമാണ് നാടകം നീണ്ടുനിന്നത്. റെഡ്യൂസ് പെട്രോൾ പ്രൈസ് PM എന്ന കൈരളി പീപ്പിളിന്റെ ക്യാമ്പയിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പ്രതിഷേധങ്ങളുടെ വിവിധ മുഖങ്ങളാണ് ഉയർന്നുവരുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മണ്ഡലപൂജയോടനുബന്ധിച്ചുള്ള തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കാൻ ശബരിമല ഒരുങ്ങി. നാളെയാണ് തങ്കയങ്കി സന്നിധാനത്തെത്തുക. ഘോഷയാത്രയോടനുബന്ധിച്ച് നാളെ പമ്പ മുതൽ സന്നിധാനം വരെ തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും.